ഹലോ ഹായ്, ഇന്നൊരു തക്കാളി ചമ്മന്തിയാണ്. നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ചമ്മന്തി. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നും പരിപ്പ് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരല്പം കടലപ്പരിപ്പ്, അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതോട് ചേർത്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞതാണ്, അതും ചേർത്തെടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 5-6 പീസ് വെളുത്തുള്ളി, കുറച്ച് കൊല്ലമുളക് അതോട് ചേർത്തെടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൊല്ലമുളകിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എരിവിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ചമ്മന്തി മതി. നമുക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്കും വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ഈ കൂട്ട് നല്ല പോലെ അരഞ്ഞ് വരണം കേട്ടോ. അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, ലൈറ്റ് ചൂടുവെള്ളം ഞാൻ ഈ മിക്സിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തി എടുക്കുന്നത്. ലൂസാക്കണമെങ്കിൽ കുറച്ചൊരു വെള്ളം ചേർത്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കടുകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.